എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കിടുക്കി എന്ന മനോഹരമായൊരു കഥ പഠിച്ചു, ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ പാഠമാണ്. ഈ പാഠത്തിന്റെ പേര് ജിന്ദഗി കാ സഫർ എന്നാണ്. അതിന്റെ അർത്ഥം ജീവിതത്തിന്റെ യാത്ര എന്നാണ്. കഴിഞ്ഞ പാഠം ഒരു കഥയായിരുന്നു അല്ലേ? എന്നാൽ ഇതല്ല, ഇതൊരു കവിതയാണ്. അതും ഒരു സാധാരണ കവിതയല്ല, ഒരു പ്രത്യേകതരം കവിതയാണ്. ഇതിനെ ഹൈക്കു എന്നാണ് പറയുക. കേട്ടിട്ടുണ്ടോ ഹൈക്കു എന്ന്? ഇല്ല അല്ലേ? ഞാൻ പറഞ്ഞുതരാം. ഹൈക്കു എന്നത് ജപ്പാനിൽ നിന്നുള്ള ഒരു കാവ്യരൂപമാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് വളരെ വളരെ ചെറുതായിരിക്കും. വെറും 3 വരികൾ മാത്രമേ ഒരു ഹൈക്കുവിലുണ്ടാകൂ. ആ 3 വരികൾ കൊണ്ട് അവർ വലിയ വലിയ കാര്യങ്ങൾ പറയും. ഒരു കടലിനെ ഒരു കുടത്തിൽ ഒതുക്കുന്നതുപോലെ. അപ്പൊ നമുക്ക് ഈ പാഠത്തിലെ ഹൈക്കുകൾ പഠിച്ചാലോ? ഈ പാഠത്തിൽ നമുക്ക് 3 ഹൈക്കുകളാണ് പഠിക്കാനുള്ളത്. 3 എഴുതിയിരിക്കുന്നത് 3 വ്യത്യസ്ത കവികളാണ്. ജീവിതത്തിന്റെ ഓരോ യാത്രയിലെ ഓരോരോ അനുഭവങ്ങളാണ് ഈ കവിതകൾ പറയുന്നത്. റെഡിയല്ലേ എല്ലാവരും? നമുക്ക് ആദ്യത്തെ ഹൈക്കുവിലേക്ക് കടക്കാം. ഇതെഴുതിയിരിക്കുന്നത് ഡോക്ടർ സുരംഗമ്മ യാദവാണ്. ഞാനതൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചു കേൾക്കണേ. സൂഖ യാ ബാഡ്, സാഹബ് കെ ആംഗൻ സദാ ഫുവാർ. ആകെ 3 വരി, കണ്ടില്ലേ? ഇനി നമുക്കിതിന്റെ ഓരോ വാക്കിന്റെയും അർത്ഥം നോക്കാം. ആദ്യത്തെ വാക്ക് സൂഖ. സൂഖ എന്താണ് സൂഖ എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം വരൾച്ച എന്നാണ്, ഡ്രോട്ട്. മഴയില്ലാതെ ഭൂമിയൊക്കെ ഉണങ്ങി വരണ്ടു പോകുന്ന അവസ്ഥ. അടുത്ത വാക്ക് ബാഡ്. ഇതെന്താന്നാർക്കെങ്കിലും അറിയാമോ? വെള്ളപ്പൊക്കം, ഫ്ലഡ്. അപ്പോ ആദ്യത്തെ വരിയിൽ 2 വിപരീതമായ കാര്യങ്ങളാണ് പറയുന്നതല്ലേ? വരൾച്ചയും വെള്ളപ്പൊക്കവും. ഒന്ന് വെള്ളമേ ഇല്ലാത്ത അവസ്ഥ, മറ്റേത് വെള്ളം കൂടിയിട്ടുണ്ടാകുന്ന പ്രളയം. ഈ 2 അവസ്ഥകളും സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതങ്ങൾ നിറഞ്ഞതാണ്. ഇനി രണ്ടാമത്തെ വരി നോക്കാം. സാഹബ് കെ ആംഗൻ. സാഹബ് എന്നു പറഞ്ഞാൽ ഒരു വലിയ മനുഷ്യൻ, ഒരു മുതലാളി അല്ലെങ്കിൽ അധികാരമുള്ള ഒരാൾ എന്നൊക്കെയാണ് അർത്ഥം, റിച്ച് പേഴ്സൺ. ആംഗൻ എന്നാൽ മുറ്റം, കോർട്ട്യാർഡ്. അപ്പോൾ സാഹബിന്റെ മുറ്റത്ത് എന്നാണ് ആ വരിയുടെ അർത്ഥം. ഇനി അവസാനത്തെ വരി സദാ ഫുവാർ. സദാ എന്ന് പറഞ്ഞാൽ എപ്പോഴും, ഓൾവേസ്. ഫുവാർ എന്ന് പറഞ്ഞാൽ ചാറ്റൽമയ, ഡ്രിസിൽ അല്ലെങ്കിൽ ഷവർ. ഇനി നമുക്ക് ഈ 3 വരികളും കൂട്ടി വായിച്ചു നോക്കാം. വരൾച്ചയോ വെള്ളപ്പൊക്കമോ എന്തുമാകട്ടെ, സാഹബിന്റെ മുറ്റത്ത് എപ്പോഴും ചാറ്റൽ മഴയാണ്. എന്താണ് ഇങ്ങനെ പറയുന്നത്? പുറത്ത് വരൾച്ചയാണെങ്കിൽ പിന്നെങ്ങനെ മുറ്റത്ത് മഴ പെയ്യുന്നത്? ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് അതല്ല. ഇവിടെ ഈ വാക്കുകൾക്കെല്ലാം വേറെ അർത്ഥങ്ങളുണ്ട്. ഇതൊരുതരം മെറ്റഫോറാണ്. സൂഖ, വരൾച്ച, ബാഡ്, വെള്ളപ്പൊക്കം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാത്തരം കഷ്ടപ്പാടുകളെയുമാണ്. ദാരിദ്ര്യം, രോഗങ്ങൾ, തൊഴിലില്ലായ്മ, അങ്ങനെ എല്ലാ ദുരിതങ്ങളും. എന്നാൽ ഈ ദുരിതങ്ങളൊന്നും ആരെ ബാധിക്കുന്നില്ല? സാഹബിനെ ബാധിക്കുന്നില്ല. പണക്കാരെയും അധികാരികളെയും ഇതൊന്നും ഒരു തരത്തിലും ബാധിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഫുവാറാണ്, അതായത് സന്തോഷമാണ്, സമൃദ്ധിയാണ്. അവരുടെ മുറ്റത്ത് എപ്പോഴും സന്തോഷത്തിന്റെ ചാറ്റൽ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. സമൂഹത്തിലെ 2 തട്ടിലുള്ള ആളുകളുടെ ജീവിതമാണ് കവിയുടെ കാണിച്ചു തരുന്നത്. സാധാരണക്കാര് കഷ്ടപ്പെടുമ്പോൾ പണക്കാർ യാതൊരു പ്രയാസവുമില്ലാതെ സുഖമായി ജീവിക്കുന്നു. ഈയൊരു സാമൂഹിക അസമത്വമാണ്, സോഷ്യൽ ഇനിക്വാലിറ്റിയാണ് ഈ 3 വരി കൊണ്ട് കവി വരച്ചു കാട്ടുന്നത്. വളരെ ആഴത്തിലുള്ളൊരർത്ഥമേ ചെറിയ കവിതയ്ക്കുണ്ട് അല്ലേ? മനസ്സിലായോ എല്ലാവർക്കും? സംശയമുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഹൈക്കുവിലേക്ക് പോകാം. ഇത് എഴുതിയിരിക്കുന്നത് ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മയാണ്. ഞാൻ വായിക്കാം, ശ്രദ്ധിക്കണേ. പിതാനെ ഢൂണ്ഠീം ലാഠിയാം ബുഢാപ്പേക്കി ദീഗ്ധി നഹീം. ഇതും 3 വരി. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. പിത, അച്ഛൻ, ഫാദർ. നേ ഢൂണ്ഠീം അന്വേഷിച്ചു, സെർച്ച്ഡ് ഫോർ. അപ്പോൾ അച്ഛൻ അന്വേഷിച്ചു. എന്തിനാണ് അന്വേഷിച്ചത്? അടുത്ത വരി നോക്കാം. ലാഠിയാം ബുഢാപ്പേക്കി. ലാഠിയാം എന്നു പറഞ്ഞാൽ വടികൾ, സ്റ്റിക്സ്. ബുഢാപ്പേക്കി എന്നാൽ വാർദ്ധക്യത്തിന്റെ, ഓഫ് ഓൾഡ് ഏജ്. അപ്പോൾ വാർദ്ധക്യത്തിലെ വടികൾ. പ്രായമാകുമ്പോൾ ഊന്നി നടക്കാൻ ഉപയോഗിക്കുന്ന വടിയാണോ ഇത്? അല്ല, ഇതും ഒരു മെറ്റഫറാണ്. വാർദ്ധക്യകാലത്ത് ഒരു മനുഷ്യന് താങ്ങും തണലുമാകുന്നത് ആരാണ്? അവരുടെ മക്കളാണ്.
അപ്പോൾ ഇവിടെ വാർദ്ധക്യത്തിലെ വടികൾ എന്ന് പറയുന്നത് മക്കളെയാണ്. അച്ഛന്റെ താങ്ങും തണലും ആകേണ്ട മക്കളെ. ഇനി അവസാനത്തെ വരി, ദീഖ്തി നഹീം. ദീഖ്തി നഹീം എന്ന് പറഞ്ഞാൽ കാണുന്നില്ല, ആർ നോട്ട് സീൻ. ഇനി ഈ 3 വരികളും ഒന്നിച്ചു നോക്കൂ. അച്ഛൻ തന്റെ വാർദ്ധക്യത്തിൽ ഒരു താങ്ങിനായി തന്റെ വടികളെ അന്വേഷിച്ചു. പക്ഷേ അവരെ കാണാനേയില്ല. എന്തൊരു സങ്കടകരമായ അവസ്ഥയാണല്ലേ. മക്കൾ വലുതായി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായപ്പോൾ അവർക്ക് ജന്മം നൽകിയ, അവരെ വളർത്തി വലുതാക്കിയ അച്ഛനെ അവർ മറന്നുപോയി. അദ്ദേഹത്തിന് പ്രായമായപ്പോൾ, അദ്ദേഹത്തിനൊരു സഹായം ആവശ്യമായി വന്നപ്പോൾ ആ മക്കൾ ആരും അടുത്തില്ല. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഒരുപാട് കാണുന്ന ഒരു കാഴ്ചയാണിത്. മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന മക്കളുടെ കഥകൾ നമ്മൾ കേൾക്കാറില്ലേ? ആ ഒരു വലിയ സാമൂഹിക പ്രശ്നമാണ് ഈ 3 വരിയിലൂടെ കവി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ആ അച്ഛന്റെ മനസ്വേദന നമുക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഈ കവിതയുടെ ശക്തി. മനസ്സിലായോ? ഇനി നമുക്ക് അവസാനത്തെ ഹൈക്കൂലേക്ക് പോകാം. ഇതെഴുതിയിരിക്കുന്നത് കമല നെഖുർപ്പയാണ്. കവിത ഇതാണ്: ഢൂണ്ഡ്തി രഹി ബർഫീലി നഗരി മേം നേഹ് കി ആഞ്ച്. നമുക്കർത്ഥം നോക്കാം. ഢൂണ്ഡ്തി രഹി, ഢൂണ്ഡ്തി രഹി, അന്വേഷിച്ചുകൊണ്ടേയിരുന്നു, കെപ്റ്റ് സെർച്ചിങ്. ആരാണ് അന്വേഷിക്കുന്നത് എന്ന് പറയുന്നില്ല, ഒരു സ്ത്രീയാണ് അന്വേഷിക്കുന്നത് എന്ന് നമുക്ക് ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കാം. എവിടെയാണ് അന്വേഷിക്കുന്നത്? ബർഫീലി നഗരി മേം. ബർഫീലി നഗരി എന്ന് പറഞ്ഞാൽ മഞ്ഞു നിറഞ്ഞ നഗരം, എൻ ഐസി സിറ്റി. ഹിമാലയത്തിലൊക്കെ ഉള്ള പോലത്തെ നഗരമാണോ? അല്ല, ഇതും ഒരു പ്രതീകമാണ്. മഞ്ഞു നിറഞ്ഞ എന്ന് പറഞ്ഞാൽ തണുത്ത, സ്നേഹമില്ലാത്ത, ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഒരു നഗരം. മനുഷ്യർ തമ്മിൽ സ്നേഹമോ അടുപ്പമോ ഇല്ലാത്ത ഒരു സ്ഥലം. അപ്പോൾ എന്തിനാണ് ഈ സ്നേഹമില്ലാത്ത നഗരത്തിൽ അവർ അന്വേഷിക്കുന്നത്? അവസാനത്തെ വരി നോക്കൂ. നേഹ് കി ആഞ്ച്. നേഹ് എന്ന് പറഞ്ഞാൽ സ്നേഹം, എഫെക്ഷൻ. ആഞ്ച് എന്നാൽ ചൂട്, വാംത്. അപ്പോൾ നേഹ് കി ആഞ്ച് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ചൂട്, ദ വാംത് ഓഫ് ലവ്. ഇനി എല്ലാം കൂട്ടി വായിച്ചു നോക്കൂ. മഞ്ഞുപോലെ തണുത്തുറഞ്ഞ ഈ നഗരത്തിൽ അവൾ സ്നേഹത്തിന്റെ ചൂട് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഇന്നത്തെ വലിയ വലിയ നഗരങ്ങളിലെ ജീവിതത്തെയാണിത് കാണിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നു, പക്ഷെ ആർക്കും പരസ്പരം അറിയില്ല. എല്ലാവരും അവരവരുടെ തിരക്കുകളിലാണ്. ആർക്കും മറ്റൊരാളെ ശ്രദ്ധിക്കാൻ സമയമില്ല. അയൽവക്കത്ത് താമസിക്കുന്നത് ആരാണെന്ന് പോലും പലർക്കും അറിയില്ല. ആ ഒരു വൈകാരികമായ ഒറ്റപ്പെടലാണ്, ഇമോഷണൽ ഐസൊലേഷനാണ് ഈ കവിത പറയുന്നത്. ആ നഗരം മുഴുവൻ തണുപ്പാണ്, സ്നേഹമില്ലായ്മയുടെ തണുപ്പ്. ആ തണുപ്പിൽ ഒരിത്തിരി സ്നേഹത്തിന്റെ ചൂടിനു വേണ്ടി ഓരോ മനുഷ്യനും കൊതിക്കുന്നു. അതാണ് ഈ ഹൈക്കുവിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ പഠിച്ച 3 ഹൈക്കുകളും ജീവിതയാത്രയിലെ 3 വ്യത്യസ്ത അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്, അല്ലേ? ഒന്നിൽ സാമൂഹികമായ ഏറ്റത്താഴ്വ്, രണ്ടാമത്തേതിൽ വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടൽ, മൂന്നാമത്തേതിൽ ആധുനിക ജീവിതത്തിലെ സ്നേഹമില്ലായ്മ. എല്ലാവർക്കും ഈ 3 കവിതകളും നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 800-606-6363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.